ലൈറ്റ് കൂടി ഇല്ല. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ചില സ്ഥലങ്ങളിലെല്ലാം നമുക്ക് സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ പറ്റുന്നത്. അവർക്കൊരു സോളാർ ലൈറ്റെങ്കിലും ഇട്ടൂടെ. ഇങ്ങനെ തിരിച്ചു പോകുന്നത് ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു വണ്ടി പോലും ഇല്ല. നാട്ടിലൊക്കെ കുറ്റാക്കൂരി ഇരുട്ടെന്ന് പറയത്തില്ല, കുറ്റാക്കൂരി ഇരുട്ടെന്ന് പറയുന്ന മാതിരിയാണ് ഇത്. ഈ വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. സൈഡിലെങ്ങും യാതൊരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഒരു 35 മൈൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യണം. 2 സൈഡും മലയും കാടും ഒക്കെയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഈ 2 സൈഡും കാടാണ്. ഈ കാട്ടിനിടയ്ക്കൂടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ പോലീസൊക്കെ പറയുന്നത് അഥവാ ആരെങ്കിലും കൈ കാണിക്കുക കൊടുക്കുകയോ ചെയ്താൽ യാതൊരു കാരണവശാലും നിർത്തരുത്. ഇടിച്ചിട്ടിട്ട് പോയാലും നിർത്തരുത്. നിർത്തിയാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇടത്ത് കുറുന്ന് നിൽക്കുന്ന കാടാണ്. യാതൊരു വിധമായിട്ടുള്ള ഇവിടെ വൈദ്യുതിയോ കാര്യങ്ങളോ വെള്ളമോ ഒന്നും എത്തിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും റോഡ് പണിതിട്ടിട്ടുണ്ടവന്മാർ. പക്ഷെ യാതൊരു വിധമായിട്ടുള്ള വേറൊന്നുമില്ല. അത് ഇടയ്ക്ക് വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും. ഒരിക്കലും ഇങ്ങനെയൊരു സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? യാതൊരു കാറിൻ്റെ ലൈറ്റിലാണ് ഇത് പോകുന്നത്. 2 സൈഡ് നോക്കിയാൽ ഒരു സൈഡ് മലയും ഒരു സൈഡ് കാടുമാണ്. യാതൊരു കാരണവശാലും അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട്. ഭയങ്കര ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ രാത്രിയിൽ ഈ ഇവിടുത്തെ മാൻ മാതിരിയുള്ള മൃഗങ്ങൾ ചാടും. ആനെ അതുപോലുള്ള മൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2 സൈഡ് കാടായതുകൊണ്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ വണ്ടി കണ്ടീഷനായിരിക്കണം. വണ്ടിയിൽ പെട്രോൾ ഉണ്ടെന്നും ഉറപ്പ് വരുത്തണം. ഇതായി കഴിഞ്ഞ് ഇവിടെ കിടക്കത്തേ ഉള്ളൂ നാളെ രാവിലെ വരെ. മൈലൂടെ ഇങ്ങനെ ഇതിനകത്തൂടെ പോകണം. ഇത് കഴിയുമ്പോൾ ഒരു ഹൈവേ വരുമെന്ന് തോന്നുന്നു. ഒരു 7 മൈലൂടെ നമ്മൾ അങ്ങനെ പോകണം. ആ റോഡിൻ്റെ എൻഡ് വന്നേക്കാണ്. ഇനി ഒരു 1/2 മൈൽ